പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. കാര്യപരിപാടികളിലേക്ക് കടക്കും മുമ്പ് ഒരു പുലിയെ പിടിക്കാനുണ്ട്. ശരിക്കും ഒരു പുലിയെ പിടിക്കാനുണ്ട്. ബീവറേജിന് മുന്നിൽ ക്യൂ നിൽക്കുന്നത് പോലെ ആളുകൾ എങ്ങനെ പുലിപിടുത്തം കാണാൻ കാട്ടിൽ കയറി ക്യൂ നിൽക്കുകയാണോ എന്നാലോചിച്ച് വിഷമിക്കേണ്ട. കാട്ടിൽ കയറിയതല്ല, നഗരത്തിലിറങ്ങിയ പുലിയെ പിടിക്കാൻ കൂടിയതാണ്. നഗരത്തിലെന്നാൽ കണ്ണൂർ നഗരത്തിൽ. ഭയങ്കര ഒരു ചാലഞ്ചായിരുന്നു. ചാലഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിലെ ചാലഞ്ചായിരുന്നു. ഒന്ന്, ഈ അനിമൽക്ക് ഒരു ഇഞ്ചറി ഇല്ലാതെ, അതിനെക്കാട്ടിലും പ്രധാനം നമ്മളുടെ നാട്ടുകാർക്ക് ഇഞ്ചറി ഇല്ലാതെ എങ്ങനെ ഓപ്പറേഷൻ കൊണ്ടുപോകാനാണ്. അതിൽ നിങ്ങൾ തന്നെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കളക്ടറുടെ റോളും റവന്യൂയുടെ റോളും എക്സലന്റ് ആയിരുന്നു. പോലീസ് തന്നെ കുറച്ച് ഒരു ചാലഞ്ചിങ് ആയിരുന്നു. ക്രൗഡ് ബിക്കോസ് നിങ്ങൾ കണ്ട ആയിരക്കണക്കിലുണ്ടായിരുന്നു. ഐ തിങ്ക് ഒരു 5000ന്റെ മുകളിലെ ക്രൗഡ് കാണും. ഒരു ചെറിയ ഏരിയ, എൻക്ലോസ്ഡ് ഏരിയ അല്ല, അടുത്ത് നമുക്ക് റെയിൽവേ ട്രാക്ക് അടുത്തുള്ളതുകൊണ്ട് അതും ഒരു ഭയങ്കര ഒരു ചാലഞ്ചിങ് ആയി. സോ ഞങ്ങളെ പുറത്ത് വരെ ഈ അനിമൽ അറ്റാക്കിനെക്കാട്ടിലും ഒരു സ്റ്റാമ്പേഡ് ഭയങ്കര ഒരു വലിയ റിസ്ക് ആയിരുന്നു. അത് കാരണം കൊണ്ട് കുറച്ച് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫോഴ്സ് യൂസ് ചെയ്ത് തള്ളേണ്ട ആവശ്യമുണ്ടായിരുന്നു. ബട്ട് എങ്കിലും നാട്ടുകാർ ഭയങ്കര സഹായമായിരുന്നു. ഈ നെറ്റോടെ ഐഡിയ തന്നെ ഒന്ന് രണ്ട് ലോക്കൽസോടെ ഐഡിയ ആയിരുന്നു. പിന്നെ പെട്ടെന്ന് കളക്ടർ നെറ്റ് ഇവിടെ എത്തിച്ച് നാട്ടുകാരുടെ തന്നെ നെറ്റ് ഇട്ടിട്ട് പോലീസുടെ സഹായത്തിനോടി, അല്ലാതെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു ഭയങ്കര ഒരു ഡെയറിംഗ് ഓപ്പറേഷൻ ആയിരുന്നു. ഐ തിങ്ക് ദേ റിസ്ക് ദിയർ ലൈഫ്. ഡോക്ടർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാണ് വെടിവെച്ചത്. ബട്ട് എനിവേ ഒരു നല്ലൊരു കോർഡിനേറ്റർ ഓപ്പറേഷൻ ആയിരുന്ന കാരണം കൊണ്ട് ആർക്കും ഇഞ്ചറി ഇല്ലാതെ, അനിമൽക്കും ഇഞ്ചറി ഇല്ലാതെ ഒരു നല്ലൊരു സക്സസ്ഫുൾ ഓപ്പറേഷൻ ആയിരുന്നു. സ്വന്തം കാട് വിട്ട് നാട്ടിലിറങ്ങി കുടുങ്ങിയ ഒരു പുലിയെ പിടിച്ചതിന്റെ വീരസാഹസികതയാണ് ജില്ലാ പോലീസ് സൂപ്രണ്ട് പറയുന്നത്. അതുപോട്ടെ, പോലീസുകാർക്ക് അങ്ങനെ പല വീരകഥകളും പറയാൻ കാണും. എന്നാൽ നഗരത്തിലിറങ്ങാൻ, അതും കണ്ണൂർ നഗരത്തിലിറങ്ങാൻ ഈ പുലിക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന് നോക്കണമല്ലോ. അതറിയണമെങ്കിൽ പുലി ഇറങ്ങിയ ദിവസം ഏതാണ് എന്ന് നോക്കണം. കണ്ണൂരിൽ നിന്നൊരു പുലി തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറാൻ തീരുമാനിച്ച ദിവസമാണ് ഈ കാടൻ പുലി വന്ന് നാട്ടിലിറങ്ങിയത്. പോകുന്ന പുലി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്കാണ്. പാർട്ടി സെക്രട്ടേറിയറ്റിലേക്കല്ല, സാക്ഷാൽ സർക്കാർ സെക്രട്ടേറിയറ്റിലേക്ക്. ഒരു കാര്യം ഞങ്ങളെപ്പോലുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് ജനങ്ങളിൽ വിശ്വാസമർപ്പിക്കാൻ കഴിയുന്നത്, കഴിഞ്ഞ ദീർഘകാലത്തെ ജനങ്ങളോടൊപ്പം നിന്ന് നടത്തിയ പൊതുപ്രവർത്തന അനുഭവമാണ്. സമരത്തിലും ഒപ്പം സേവന പ്രവർത്തനങ്ങളിലും ജനങ്ങളോടൊപ്പമായിരുന്നു. അത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പ്രത്യേകതയാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് ജനങ്ങളിൽ വിശ്വാസമർപ്പിക്കാൻ അങ്ങനെ പല കാരണങ്ങളുമുണ്ട്. എന്നാൽ ജനങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാരിൽ വിശ്വാസമർപ്പിക്കാൻ പറ്റുന്നില്ല എന്നതാണല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. അതിനെന്താണ് ഒരു വഴി? അതിന് എനിക്ക് മാർഗദർശകമാവുന്നത് LDFിൻ്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ, ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലും ബജറ്റിലുമൊക്കെ മുന്നോട്ട് വെച്ച കർമ്മ പരിപാടികൾ, പദ്ധതികൾ, വികസനവും ക്ഷേമവും ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രഖ്യാപിച്ച വിവിധങ്ങളായ പരിപാടികൾ, ഇത് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുക. അത് നടക്കുന്നില്ല എന്നതാണല്ലോ പ്രശ്നം. സെക്രട്ടേറിയറ്റിലെ യന്ത്രം അഥവാ ഭരണയന്ത്രം നിശ്ചലമായി എന്നാണ് അതിനു മുന്നിലൂടെ നടക്കുമ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. അതെങ്ങനെ കൈകാര്യം ചെയ്യും? ജീവനക്കാരോട് മുഖ്യമന്ത്രി ചുമതല ഏറ്റെടുത്തതിന് ശേഷം നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ജീവനക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് തിരുവനന്തപുരത്ത് നടത്തിയ പ്രസംഗം. അതിൽ മുഖ്യമന്ത്രി ഭരണ നടപടികളുടെ മാനിഫെസ്റ്റോ ആണ് അവതരിപ്പിച്ചത്. അപ്പോൾ ഭരണ നടപടികൾ ഇടതുപക്ഷം എങ്ങനെയാണ് കാണുക എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ രേഖാചിത്രമാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഓരോ ഫയലും ഓരോ മനുഷ്യൻ്റെ ജീവിതമാണ് എന്ന ഒരു വിലയിരുത്തൽ. അത് ശരിയാണ്. അങ്ങനെ ഒരു തത്വപ്രസംഗം ചരിത്രത്തിൽ രേഖപ്പെടുത്തി കാണുന്നുണ്ട്. ഇപ്പോൾ ഉദ്യോഗസ്ഥർ പല തരത്തിൽ ഉള്ളവരുണ്ട്. പുതുതായിട്ട് ഉദ്യോഗത്തിൽ ചേർന്നവരുണ്ട്, ദീർഘകാലമായിട്ട് ഉദ്യോഗത്തിൽ കഴിയുന്നവരുണ്ട്. കുറേ കാലം ഉദ്യോഗത്തിൽ തുടരുമ്പോൾ
ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അതിൻ്റെ ശരിയായ തീവ്രതയോടെ മനസ്സിലാക്കുന്നതിന് കഴിയാത്ത ചിലരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടാകുന്നുണ്ട്. അത് അവരുടെ കുറ്റം കൊണ്ടല്ല, അവരുടെ മുന്നിൽ എത്തിച്ചേരുന്ന പ്രശ്നങ്ങളുടെ കൂമ്പാരത്തിലാണ് അവർ നിൽക്കുന്നത്. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മുന്നിലെത്തുന്ന ഫയലിൽ എല്ലാം സ്പന്ദിക്കുന്നത് ജീവിതമാണ്. ഓരോ ആളുടെയും കുടുംബത്തിൻ്റെയും നാടിൻ്റെയും ജീവൽ പ്രശ്നങ്ങളാണ് ഫയലിനകത്തുള്ളത് എന്ന ധാരണ നമുക്ക് പൊതുവിലുണ്ടാകണം. എന്നാൽ സ്പന്ദിക്കുന്ന ആ ജീവിതക്കെട്ടുകൾ അനങ്ങാതെ കിടക്കുന്നത് മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്താണ് എന്ന് പറയുന്നു സർക്കാർ ജീവനക്കാർ. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ പ്രമുഖർക്ക് യാതൊരു വിലയുമില്ലാത്തൊരവസ്ഥയിലേക്ക് കേരളത്തിലെ ഭരണം എത്തിച്ചേർന്നിരിക്കുന്നു. ആര് വിചാരിച്ചാലും ഒന്നും നടക്കുന്നില്ല. 24 ദിവസമായി ചീഫ് സെക്രട്ടറി ഒപ്പിട്ടിട്ട് കേരളത്തിലെ ജീവനക്കാരുടെ നോംസ് സംബന്ധിച്ച ഫയൽ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ഒപ്പിട്ട് പോയിട്ട് 24 ദിവസമായി. പിന്നെ പോകേണ്ടത് ഒറ്റ സ്ഥലത്താ. ഒരു സ്ഥലത്ത് പോയിട്ട് അതിങ്ങോട്ട് വന്നിട്ടില്ല. സാധാരണ ചീഫ് സെക്രട്ടറി ഫയൽ ഒപ്പിട്ട് CM കാണുക എന്ന് പറഞ്ഞാൽ വിത്തിൻ അവേഴ്സ് നടക്കുന്ന ഒരു പ്രോസസ്സാ. അത് സാധാരണ കഥ. ഇതിപ്പോൾ ഒരു അസാധാരണ ഭരണമാണല്ലോ നിലവിലുള്ളത്. ഒന്നും നിശ്ചയമില്ലാത്തൊരവസ്ഥ കേരളത്തിൽ വന്നുകൂടിയിരിക്കുന്നു. 9 മാസത്തെ ഭരണം കേരളത്തിലെ സിവിൽ സർവീസിനെ എവിടെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് എന്ന് പല രംഗത്ത് പ്രവർത്തിക്കുന്ന MLA-മാരുണ്ടല്ലോ, പല പാർട്ടിയിലും പ്രവർത്തിക്കുന്ന MP-മാരുണ്ടല്ലോ, അവരോടൊക്കെ ചോദിക്കണം. എല്ലാ പാർട്ടികളിലും പെട്ട മന്ത്രിമാരോടും MLA-മാരോടുമൊക്കെ ചോദിച്ചു മനസ്സിലാക്കി ഇതെല്ലാം ശരിയാക്കാനാണ് കണ്ണൂരിൽ നിന്ന് പുലിയെ ഇറക്കിയത്. ജയരാജൻ വന്നു, ഇനി എല്ലാം ശരിയാകും. ഞാൻ പുതുതായി വന്നു എന്നുള്ളത് കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഗവൺമെൻറ്റിൻ്റെ വിവിധ മന്ത്രിമാരുടെ ഓഫീസോ കാര്യക്ഷമമാകാത്തത് കൊണ്ട് വന്നതല്ല. അതെല്ലാം കാര്യക്ഷമമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ആ കുടുംബത്തിൽ ഞാൻ കൂടി അംഗമാവും. ഉള്ള ചോറും ചക്കയിലൊട്ടി എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങയെ കൂടി സർക്കാർ മുറ പഠിപ്പിക്കാനല്ല, സർക്കാരിനെ കണ്ണൂർ മുറ പഠിപ്പിക്കാനാണ് അങ്ങയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതിൽ കണ്ണൂർക്കാർ ഭീകരന്മാരാണ് പറയും പോലെയാണ്. ഞാൻ ഈയിടെ തീവണ്ടിയിൽ വെച്ച് ഒരു സ്ത്രീയുമായി പരിചയപ്പെട്ടു. അപ്പോൾ അവരെന്നോട് സാന്ദർഭികമായി സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പറയുകയാണ്, സാറേ ഇന്നലെ വരെ നിങ്ങളെ പറ്റിയിട്ട് ഭീകരനാണ് എന്നാണ് ഞാൻ കരുതിയത്. ഇത്ര നല്ല സൗഹൃദവും പെരുമാറ്റവും നിങ്ങളിൽ നിന്നുണ്ടാവുമ്പോൾ നിങ്ങളെപ്പറ്റി എന്താ ഇങ്ങനെ? ഞാൻ പറഞ്ഞു, അത് ജനങ്ങൾ വിലയിരുത്തട്ടെ, ജനങ്ങളാണല്ലോ വിധികർത്താക്കൾ. അതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പറ്റി ആർക്കും കയറാൻ പറ്റാത്തൊരു സ്ഥലമാണ് എന്നുള്ള ഒരു പൊതുപ്രചരണം അടിച്ചു വിടുകയാണ്. അതിലൊരു കഴമ്പുമില്ല. ഇന്ന് രാവിലെ എന്നെ കാണാൻ 2-3 ആൾ വന്നു. അവരെ കണ്ടു. ഞാൻ ചോദിച്ചു, നിങ്ങൾക്കിവിടെ കയറുന്നതിന് വല്ല പ്രയാസം ഉണ്ടായിട്ടുണ്ടോ? ഒരു പ്രയാസവും. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സിസ്റ്റമാറ്റിക്കായി പ്രവർത്തിച്ചു വരുന്നൊരു ഓഫീസാണ്. അപ്പോൾ അത് നമുക്ക് മെച്ചപ്പെടുത്താം. സിസ്റ്റമാറ്റിക്കായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തു മെച്ചപ്പെടുത്താനാ? സിസ്റ്റമാറ്റിക് അല്ലാത്തത് കൊണ്ടാണല്ലോ അത് മെച്ചപ്പെടുത്തേണ്ടി വന്നത്. അതുപോട്ടെ, അങ്ങുകൂടി ഇങ്ങോട്ട് വന്നാൽ പിന്നെ കണ്ണൂരിലെ കാര്യങ്ങൾ ആര് നോക്കും? പരിയാരം മെഡിക്കൽ കോളേജും മറ്റും. പരിയാരം ഇപ്പോൾ ചെയർമാൻ ഞാനല്ല, പരിയാരം ഭരണസമിതി അംഗമാണ്. ഇപ്പോൾ ലോട്ടറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാനാണ്. സ്വാഭാവികമായി ആ ഉത്തരവാദിത്വമൊക്കെ ഈ ഒരു ഭാരിച്ച ഉത്തരവാദിത്വത്തിനിടയിൽ നിറവേറ്റാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മറ്റ് സംഘടനാ ഉത്തരവാദിത്തങ്ങളുള്ളൂ, അതൊക്കെ ഒഴിയേണ്ടി വരും. കാരണം ഇവിടെ തിരുവനന്തപുരത്ത് താമസിക്കേണ്ടി വരും. അത് ആകെ വ്യക്തിപരമായിട്ടുള്ള പ്രയാസം. ഇന്നലെ വരെ നാട്ടിലെ ജനങ്ങളോടൊപ്പം ഓടിക്കളിച്ച ഒരാൾക്ക് ഓഫീസിൽ വന്നിരിക്കണമല്ലോ എന്നുള്ള മാത്രം പ്രയാസമാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. ഓരോ ഫയലും സാധാരണക്കാരൻ്റെ ജീവിതമാണ്.
അപ്പോൾ അങ്ങനെ സാധാരണക്കാരുടെ ഇടയിൽ പ്രവർത്തിച്ച അനുഭവം വെച്ച് മുഖ്യമന്ത്രിയുടെ ഈ ഓർമ്മപ്പെടുത്തലും മനസ്സിൽ വെച്ച് മുന്നോട്ട് പോകും. ഇനിയിപ്പോൾ ആ ഫയൽ കൂമ്പാരം ഈ സഖാവ് കൂടി വായിച്ചു തീർക്കുന്നത് എന്നാണോ എന്തോ. ഏതായാലും കാത്തു നിൽക്കാൻ പൊളിമിക്സിന് നേരമില്ല. ഒരിടവേളയിലേക്ക് കടക്കുകയാണ്.